ഇട്ടുകൊടുക്കടി പിള്ളേരാ, നീയൊക്കെ എന്തോ കേട്ടോണ്ട് നിൽക്കുന്നേ. മൊത്തത്തിൽ ഉടായിപ്പാണ് പൊന്നു സഹോദരങ്ങളെ, ഇപ്പൊ മൊത്തത്തിൽ ഉടായിപ്പാണ്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഒലീവിയ ഡിസൈനേഴ്സിനെ കുറിച്ച് പറയാനായിട്ടായിരുന്നു. പക്ഷേ അന്നേരം ഞാൻ നിഷ്പക്ഷമായിട്ടാണ് പറഞ്ഞത്. പക്ഷെ അതിന് ഇന്നൊരു തിരുത്തുണ്ട്. കാരണം ഞാൻ ഇത്ര അങ്ങോട്ട് ചിന്തിച്ചില്ല കേട്ടോ. ഇത്രയും തട്ടിപ്പുള്ള ഒരു സ്ഥാപനമായിരുന്നു ഒലീവിയ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം രംഗത്ത് കുറേ കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ 1 മാസത്തെ സാലറിയും അതായത് കമ്മീഷൻ, 2 മാസത്തെ സാലറി ഉണ്ട്, 4 മാസത്തെ ഡെപ്പോസിറ്റും ഉണ്ട്. അത് കൂടാതെ എൻ്റെ മുദ്രപത്രവും ചെക്ക് ലീഫും ഉണ്ട്. അത് കിട്ടാനുണ്ട്. അത് ഇവര് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോണ്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല, അത് പലരുടെയും മേടിച്ചിട്ടുണ്ട്, പലരുടെയും മേടിച്ചിട്ടില്ല. ഈ മുദ്രപത്രവും ചെക്കും, അതായത് നമ്മൾ 10 ദിവസം ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ബോണ്ട് എഴുതിക്കുന്നുണ്ട്, അതിൽ എഴുതി പിടിപ്പിക്കുന്നുണ്ട്. അതിൽ നമുക്കൊരു ടോപ്പിക് തരുന്നുണ്ട്, അതിനിടയിൽ നമ്മളത് എഴുതിയിട്ട് അത് അംഗീകരിച്ച്. പക്ഷെ ഞാൻ കയറിയ ടൈമിലൊന്നും എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ ഒക്ടോബറിലാണ് ഞാൻ ഇറങ്ങിയത്. നമ്മളോടൊരു 3 മാസം, അതായത് 90 ദിവസം കാലാവധി പറയുന്നുണ്ട്. അത് ഓക്കെ, ഏത് സ്ഥാപനത്തിലായാലും റോളാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. 90 ദിവസം കഴിഞ്ഞ് അവരെ കോൺടാക്ട് ചെയ്തു. ഞാൻ കഴിഞ്ഞ് ഇറങ്ങിയവർക്ക് കൊടുക്കുന്നുണ്ട് സാലറി. എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. എൻ്റെ കൂടെ ഉള്ളവർക്ക് ചിലർക്ക് കൊടുത്തിട്ടുണ്ട്, ചിലർക്ക് കൊടുത്തിട്ടില്ല. എന്തായാലും കുട്ടികൾ വരത്തില്ലല്ലോ, ഇത്രയും കുട്ടികൾ. അപ്പോൾ എത്രയോ ആളുകൾ പറയാൻ മടിച്ചിരിക്കുന്നുണ്ടാവും അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച്, മോശമായ കാര്യങ്ങളായിട്ടല്ലേ. അപ്പോൾ കുറേ കുട്ടികൾ പ്രത്യക്ഷത്തിൽ വന്നിട്ട് അവർക്ക് നേരിട്ട അനുഭവങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ പലർക്കും അവരുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള, അവർ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ടുള്ള പൈസകൾ ഇത് അത്രയും ഇവർ കൊടുക്കാനുണ്ട്. ശമ്പളം കിട്ടാത്തവരുണ്ട്, ശമ്പളം പിടിച്ചു വെച്ചിരിക്കുക. പിന്നെ അവർ ഫോൺ പിടിച്ചു വെച്ചിരിക്കുന്നു, അവരുടെ ചെക്ക് ലീഫ്, അവരുടെ സിമ്മ് എല്ലാം പിടിച്ചു വെച്ചിരിക്കുക. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇതിൻ്റെ ഓണർക്ക്? ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ ചെറിയ കഷ്ടപ്പാടൊന്നും പോരാ, പക്ഷെ അത് നല്ല രീതിയിലാവണം അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇപ്പം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാൽ ഇദ്ദേഹത്തിനെ മാമാട്ടിക്കുട്ടിമാമൻ തന്നെ വിളിക്കണം കേട്ടോ. അങ്ങനെ വിളിച്ചെങ്കിലേ ഒക്കുള്ളൂ. കാരണം ഇത്രയ്ക്കങ്ങ് ചിന്തിച്ചില്ല ഞാൻ. ഞാൻ അന്നേരം അങ്ങനെ പോസിറ്റീവായിട്ട് ഇരുപക്ഷവും പറയത്തില്ലായിരുന്നു. ഇരുപക്ഷം എന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടികളെ എന്ന് വെച്ചാൽ രണ്ടുപേരും ഒരുപോലെ നിഷ്പക്ഷമായിട്ടാണ് പറഞ്ഞത്, അങ്ങനെ പറയത്തില്ലായിരുന്നു. അപ്പോൾ ഇത്രയ്ക്ക് അങ്ങോട്ടാവുമെന്ന് വിചാരിച്ചില്ല. പെൺകുട്ടികളുടെ ഭാഗത്താണ് ന്യായം. പക്ഷേ ഈ ഓണറും ഭാര്യയും ഒന്ന് മനസ്സിലാക്കണം, പണ്ടത്തെ കാലമല്ല കേട്ടോ ഇപ്പോൾ. ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസ ഉള്ള കുട്ടികളാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ എന്തെങ്കിലും പുറത്തു നിന്നതിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ എവിടുന്നെങ്കിലും ഉണ്ടായാലേ അത് മറച്ചു വയ്ക്കും, പറയത്തില്ല, പേടിയാണ്, നാണക്കേടുകൊണ്ട്. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനല്ല, നല്ല കുട്ടികളാണ് ഇപ്പോൾ. അവർ തുറന്നു പറയും, അവർക്ക് ധൈര്യമാണ് ഇപ്പം. കാരണം എന്തുകൊണ്ട് എല്ലാം എഡ്യൂക്കേറ്റഡാണ് പിള്ളേർ. അവർക്കത് കാരണം എന്ത് തുറന്നു പറയാനുള്ള ചങ്കൂറ്റമുണ്ട്. പുതുതലമുറ അങ്ങനെയാണ്, അങ്ങനെ ആവണം പിള്ളേർ, തുറന്നു പറയണം. കാരണം ഇനി ഇങ്ങനെയുള്ള അക്രമങ്ങളൊന്നും സ്ത്രീകളുടെ ഭാഗത്ത് ഉണ്ടാവരുത്. സ്ത്രീകൾക്ക് നേരിടരുത്. അപ്പം ഈ കുട്ടികൾക്കുള്ള അവകാശങ്ങൾ എന്താണോ, അവർക്ക് എന്തൊക്കെയാണ് കൊടുക്കാനുള്ളത് എല്ലാം ഇനിയിപ്പോൾ കൊടുത്തേ വെക്കുള്ളല്ലോ. എങ്കിലും മോശമില്ലല്ലോ ചേട്ടാ, സിബി സാറേ, മോശമില്ലല്ലോ. രണ്ടുപേരും കൊണ്ട് ചേർന്നുകൊണ്ടാണ് ഈ കളിച്ചത് മൊത്തം. പാവം കുട്ടികൾ എത്ര പ്രതീക്ഷയായിട്ട് അവിടെ ജോലിക്ക് വന്നത്. അപ്പം എല്ലാം വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ്, എല്ലാം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ട്, അതായത് BBA, MCOM, B.Ed അങ്ങനെയുള്ള പിള്ളേരെ വന്നിരിക്കുന്നത്. അവർക്ക് പുറത്തുനിന്ന് നല്ലൊരു ജോലി കിട്ടാഞ്ഞിട്ട് അവർ ഗതികേട് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥാപനത്തിൽ വന്ന് നിങ്ങൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുങ്ങൾക്ക് ശമ്പളം കൊടുക്കണ്ടേ? അപ്പോൾ എന്താ ഈ ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം? ഈ കുട്ടികളെ കൊണ്ട് കാശുണ്ടാക്കാമെന്ന് വിചാരിച്ചായിരുന്നു? ഫൈൻ മേടിക്കുക, എവിടുത്തെ ന്യായം? ഈ കൊച്ചുങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഇനത്തിൽ 50,000 രൂപ സാലറി കിട്ടി. ഹുറേക്ക, നിനക്ക് 50,000 രൂപ സാലറി ആയിരിക്കുന്നു. എല്ലാം ബാഗിലിട്ടിട്ടുണ്ട്, വാങ്ങിച്ചോണ്ട് പോയി, എല്ലാം ഓക്കെ. സൂനു കൊത്ത് വൈകിട്ട് വീട്ടിൽ വന്നു.
9 രൂപ കയ്യിലെടുക്ക്, ബാക്കി ഇങ്ങ് കൊണ്ട. അല്ല സാറേ അതെന്തിനാ? അത് ഫൈനാണ്, ഫൈന്. എന്തിനാ ഫൈന്? എന്റെ അച്ചുമ്മ അപ്പിയിട്ടു, അതിന്റെ ഫൈൻ. ഈ ഫൈൻ മേടിയത് ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം കേട്ടതിന് ശേഷമാണ് ഈ ഫൈനിൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ കേൾക്കുന്നത് തന്നെ. ഇങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ? പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ തുണിക്കടയിലൊന്നും ഈ പറയുന്നല്ലേ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫ് ലേഡീസിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയാം, നിൽക്കുമായിരുന്നു നിങ്ങൾ കേട്ടോ. അത് കാരണം നമുക്ക് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നി. നിന്ന് ഇരിക്കത്തില്ല നിങ്ങൾ. കാരണം വർഷങ്ങളായിട്ടുള്ള കാര്യമില്ല. പക്ഷേ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നു കേട്ടോ. കാരണം എത്ര നേരം പറഞ്ഞ് നിന്ന് നിങ്ങൾ അവസാനം ജോലി ചെയ്ത് നടുവിന് വേദനയൊക്കെ ആയിട്ട് തീരാ രോഗമായിട്ട് മാറുക നിങ്ങൾ. എന്തായാലും ഈ ഒലിവിയ ഡിസൈനേഴ്സിൻ്റെ കാര്യം കട്ടപ്പോകയായി. ഇനിയിപ്പം എല്ലാം തെളിവ് സഹിതം രംഗത്ത് വന്നില്ലേ? ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇങ്ങനെ ഭാര്യയ്ക്കും നല്ലൊരു സ്ഥാപനം, അത്യാവശ്യം കാണാൻ ലുക്കുള്ളൊരു സ്ത്രീ, അയാൾ എന്തോ മുടിയൊക്കെ കൂടെ ഒരുമാതിരി ഈ മാമാട്ടിക്കുട്ടിയുടെ കൂട്ട് വെട്ടിയിട്ട് ഒരുമാതിരി കോലത്തിൽ എന്തോ ആയത്. അയ്യേ, എന്തായാലും തീരുമാനമായി. ഈ മിനി കൂപ്പറൊക്കെ വെറ്റ് വെച്ചിട്ട് കൊണ്ടുപോകുന്നില്ലേ? ആരോടാണോ മിനി കൂപ്പർ വെറ്റ് വെച്ചത് ആ ആളെ ഇനി ധൈര്യമായിട്ട് കൊണ്ടുപോകാമല്ലോ. എന്തായാലും കൊള്ളാം. ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു കണ്ടന്റ് കണ്ടായിരുന്നു നമ്മുടെ ഷെഫീന ബീവിയുടെ. അവർ ഈ കുട്ടികളുമായിട്ട് ഒലിവിയ ഡിസൈനേഴ്സിൻ്റെ അവിടെ പോയിട്ട് സംസാരിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു കണ്ടന്റ് ഞാനത് കണ്ടായിരുന്നു. എന്തായാലും കുട്ടികൾക്ക് ഇനിയുള്ള അവകാശം കൊടുത്തേ വെക്കത്തുള്ളൂ. അവർക്ക് എന്തൊക്കെ കൊടുക്കാനുണ്ടോ അതൊക്കെ ചെയ്ത് വെക്കത്തുള്ളൂ. എൻ്റെ മാമാ കൊള്ളാം. ഇനിയിപ്പോൾ എന്തോ ചെയ്യും, കൊടുത്തല്ലേ വെക്കും. വേണമായിരുന്നു ഇങ്ങനെയൊക്കെ നല്ല രീതിയിലങ്ങ് പോയാൽ പോരായിരുന്നു. പാവം പിള്ളേർ, അത് അടുത്തുള്ള പിള്ളേരെ ഒന്നും ജോലിക്ക് എടുക്കത്തുമില്ല, ദൂരെയുള്ള പിള്ളേരെ എടുക്കുന്നത്. ഇതുങ്ങൾ ദൂരെ നിന്ന് ഇവിടെ വന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. 15 ദിവസം സ്റ്റാർട്ടിങ് സമയത്ത് ട്രെയിനിങ് സമയത്ത് അവരുടെ ചിലവാണ്. കമ്മീഷൻ വ്യവസ്ഥയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. സെയിലിന്, അതായത് കസ്റ്റമേഴ്സ് വന്നില്ലേ അവർക്ക് കമ്മീഷൻ കിട്ടത്തില്ല, അവർക്ക് പൈസ ഇല്ല. അപ്പോൾ പോയി ചിരിപ്പ്. എന്തായാലും നന്നായി, തീരുമാനമായി. എന്തായാലും കാര്യത്തിൽ തീരുമാനമായി. നല്ലൊരു സ്ഥാപനമല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വേണം പെൺപിള്ളേർ രംഗത്തിറങ്ങണം. ഇറങ്ങിയേ വെക്കുകയുള്ളൂ. ഇനി എത്രയോ പേര് വരാനുണ്ടാവും. എന്തായാലും രംഗത്തിറങ്ങി കാര്യങ്ങൾ തുറന്നു പറയാൻ കാണിച്ച പെൺകുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ. ഇനിയുള്ള കുട്ടികളോട് കളിയൊന്നും നടക്കത്തില്ല മാമാ. അപ്പോൾ നമുക്ക് കാണാം. ബായ്.